പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മൂന്നാമത്തെ അധ്യായത്തിലെ 8ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. അതായത് നമ്മൾ പാരലൽ ലൈൻസുമായിട്ട് ബന്ധപ്പെട്ട കുറെ പ്രോപ്പർട്ടീസ് പഠിച്ചു. ഇപ്പോൾ ട്രയാങ്കിളുമായിട്ട് ബന്ധപ്പെട്ട് ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടുന്ന ലൈനിന്റെ പ്രത്യേകതയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇൻ ട്രയാങ്കിൾ എ ബി സി പി ആൻഡ് ക്യു ആർ ദി മിഡ് പോയിന്റ്സ് ഓഫ് AB and AC. AP by PB എന്ന് പറയുന്നത് ഇതും ഈക്വൽ ആണല്ലോ. ഇത് P മിഡ് പോയിന്റ് ആണ്. അപ്പൊ AP X എന്ന് എടുത്താൽ PB X ആയിരിക്കും. അപ്പൊ X by X 1 ആയിരിക്കും. അതുപോലെ AQ by QC യും AQ QC ഈക്വൽ ആണ്. It is given because Q is the midpoint. അപ്പോൾ മിഡ് പോയിന്റ് ആയതുകൊണ്ട് ഈ ലെങ്ത് തന്നെയാണ് ഈ ലെങ്ത്. അപ്പൊ ഈ ലെങ്ത് ബൈ ഈ ലെങ്ത് X by X അതും 1 ആയിരിക്കും. അപ്പോൾ AP by PB ഈക്വൽ ടു AQ by QC എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതായത് ഈ രണ്ട് സൈഡ്സിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈനാണ് PQ. അപ്പോൾ ആ റേഷ്യോ ഈക്വൽ ആണ്. therefore എന്ത് പറയാം, PQ പാരലൽ ടു BC. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് പഠിച്ചത്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിനെ ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്താൽ ആ ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും എന്നാണ് നേരത്തെ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ രണ്ട് സൈഡ്സിനെയും ഒരേ റേഷ്യോയിൽ കട്ട് ചെയ്യുന്ന ലൈനാണ് PQ. അതായത് AP by PB ഈക്വൽ ടു AQ by QC ആണ്. അതുകൊണ്ട് PQ പാരലൽ ടു BC ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡ്സിന് പാരലൽ ആയിരിക്കും. ഓക്കെ. In any triangle, line joining the midpoints of two sides is parallel to the third side. Okay. Triangle ABC. If you join the midpoints of all the three sides, മൂന്ന് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുക. അതായത് ABയുടെ മിഡ് പോയിന്റ് ആണ് PQ, ABയുടെ മിഡ് പോയിന്റ് ആണ് P, ACയുടെ മിഡ് പോയിന്റ് ആണ് Q, BCയുടെ മിഡ് പോയിന്റ് ആണ് R. അപ്പൊ ഈ മൂന്ന് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് PQ പാരലൽ ടു BC ആണ്. അതുപോലെ PQ പാരലൽ ടു BC, അതുപോലെ QR പാരലൽ ടു AB, അതുപോലെ PR പാരലൽ ടു AC. നമ്മളിവിടെ പറഞ്ഞ പ്രോപ്പർട്ടി വെച്ച് അപ്പോൾ ആദ്യം PQ എടുക്കാം. PQ പാരലൽ ടു BC ആണല്ലോ. ഇനി ഈ PQ ഇത് രണ്ടും പാരലലാണ്, ഇത് രണ്ടും പാരലലാണ്. അപ്പൊ ഇതൊരു പാരലലോഗ്രാം ആയല്ലോ. അതായത് PBRQ is a parallelogram അല്ലേ? PQ പാരലൽ ടു BC, അതുപോലെ തന്നെ QR പാരലൽ ടു BP, therefore PR പാരലൽ ടു AC എന്ന് കൂടി ഉണ്ട്. therefore PQRB is a parallelogram. അതായത് ഈ രണ്ട് ലൈനും പാരലലാണ്, ഈ രണ്ട് ലൈനും പാരലലാണ്. രണ്ട് പേർ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലാണെങ്കിൽ അത് ആ ക്വാഡ്രിലാറ്ററൽ പാരലലോഗ്രാം എന്ന് പറയും. അപ്പോൾ PBRQ ഒരു പാരലലോഗ്രാം ആണ്. അപ്പോൾ നമുക്ക് കിട്ടും എന്താ, RQ PQ തന്നെയാണ് BR. ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് പാരലലോഗ്രാം ഈക്വൽ ആണ്. അപ്പോൾ PQന് ഈക്വൽ ആണ് BR. അതുപോലെ ഇവിടെ ഒരെണ്ണം കിട്ടും അല്ലേ? അതായത് PQCR എന്ന് പറയുന്നത് ഇത് രണ്ടും പാരലല്, ഇത് രണ്ടും പാരലല്. അതുകൊണ്ട് PQCR എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. അപ്പൊ PQവും CR എങ്ങനെയാ? അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പൊ PQ ഈക്വൽ ടു BR എന്ന് കിട്ടി, PQ ഈക്വൽ ടു CR എന്ന് കിട്ടി. അപ്പൊ PQ BR ന് ഈക്വൽ ആണ്, PQ CR ന് ഈക്വൽ ആകുമ്പോ എന്താണ് അതിന്റെ മീനിങ്? ഈ BCയുടെ ഹാഫ് ആണ് PQ. അപ്പോൾ PQ ഈസ് ഈക്വൽ ടു ഹാഫ് BC. അപ്പോ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും, കൂടാതെ മൂന്നാമത്തെ സൈഡിന്റെ ഹാഫ് ആയിരിക്കും. അതായത് BCയുടെ ലെങ്തിന്റെ ഹാഫ് ആണ് PQ. അതാണ് PQ ഈക്വൽ ടു ഹാഫ് BC. അങ്ങനെ ഒരു പ്രോപ്പർട്ടിയും കൂടി നമുക്ക് കിട്ടി. ലൈൻ ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ദി തേർഡ് സൈഡ്. ലൈൻ ജോയിനിങ് ദി മിഡ് പോയിന്റ്സ് ഓഫ് ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് ഹാഫ് ഓഫ് ദി തേർഡ് സൈഡ്. അതായത് ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഉണ്ടോ, ഈ ലെങ്ത് ആണിത്, അത് തന്നെയാണ് ഇത്. അത് ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ സെയിം ആയി ഉണ്ടോ. അപ്പോൾ ഈ ലെങ്ത് രണ്ടു പ്രാവശ്യം വെക്കുന്നതാണ് ഈ ലെങ്ത്. അപ്പോൾ ഈ മിഡ് പോയിന്റ് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഈ ലെങ്ത് എന്ന് പറയുന്നത് BCയുടെ ഹാഫാണ്. അപ്പോൾ ഈ പ്രത്യേകതയാണ് നമുക്ക് കിട്ടിയത്. മറ്റൊരു പ്രോബ്ലത്തിലേക്ക് പോവാം. ഇവിടെ
In the figure, P, Q, R are the midpoints of the sides of triangle ABC. ABC എന്ന ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത വരച്ചിരിക്കുന്ന ട്രയാങ്കിൾ ആണ് പി ക്യു ആർ. ഇതില് if the perimeter of triangle ABC is 30 cm, ABC എന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്റർ 30 സെന്റിമീറ്റർ ആണ് എങ്കിൽ വാട്ട് ഈസ് ദി പെരിമീറ്റർ ഓഫ് പി ക്യു ആർ? അതാണ് ചോദ്യം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഓരോ സൈഡിന്റെ ഹാഫ് ആണ് ഈ നടുക്ക് വരുന്ന ട്രയാങ്കിളിന്റെ സൈഡ്സ്. മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്താൽ കിട്ടും. ഇവിടെ പിയും ക്യൂവും മിഡ് പോയിന്റ് ആയതുകൊണ്ട് ബി സിയുടെ ഹാഫാണ് പി ക്യൂ, എയും ബിയുടെ ഹാഫാണ് ക്യു ആർ, അതുപോലെ എ സിയുടെ ഹാഫാണ് പി ആർ. അപ്പോൾ ഓരോ സൈഡ് ഹാഫ് ആയതുകൊണ്ട് പെരിമീറ്റർ എന്താവും? ഓരോ സൈഡിന്റെ ഹാഫിന്റെ സം എന്ന് പറയുമ്പോൾ പെരിമീറ്ററിന്റെ ഹാഫ് ആയില്ലേ? അപ്പൊ പെരിമീറ്റർ 30യുടെ ഹാഫ്, അതായത് 15 സെന്റിമീറ്റർ ആയിരിക്കും ട്രയാങ്കിൾ എ ബി സിയുടെ പെരിമീറ്ററിന്റെ ഹാഫ്. അതായത് പി ക്യു ആറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 30ന്റെ പകുതി 15 സെന്റിമീറ്റർ, കാരണം ഓരോ വശവും പകുതിയായി. മറ്റൊരു ചോദ്യം, ഇൻ ദി ഫിഗർ how many times of the perimeter of the smaller triangle is the perimeter of the larger triangle? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ചെറിയ ഒരു വലിയ ട്രയാങ്കിളിന്റെ മിഡ് പോയിന്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത്, സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് 4 ട്രയാങ്കിളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, ഇത് 4ഉം തമ്മിലുള്ള ബന്ധം, ഈ ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ഹൗ മെനി ടൈംസ് ആണ് വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ, കൂടാതെ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ എത്ര ടൈംസ് ആണ് വലിയ ട്രയാങ്കിളിന്റെ ഏരിയ. ഈ 2 കാര്യങ്ങളാണ് വേണ്ടത്. നമുക്ക് ഈ ട്രയാങ്കിൾസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ട്രയാങ്കിൾസ് പെരിമീറ്റർ നമുക്കറിയാം. പെരിമീറ്റർ എന്താണ്? ഇവിടെ ഈ 3 സൈഡ്സും കൂടി ചേരുന്നത്, ഈ 3 സൈഡ്സും കൂടി ചേരുന്നതിന്റെ ഹാഫാണ്. കാരണം ഇതിന്റെ ഹാഫാണിത്, ഇതിന്റെ ഹാഫാണിത്, ഇതിന്റെ ഹാഫാണിത്. അതായത് എ സി എന്ന് പറയുന്നത് 2PQ ആണ്. എ സി എന്ന് പറയുന്നത് പി ക്യൂവിന്റെ ട്വൈസ് ആണ്. അതുപോലെ ബി സി എന്ന് പറയുന്നത് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഈ ലെങ്തിന്റെ ട്വൈസ് ആണ്. അതുപോലെ എ ബി എന്ന് പറയുന്നത് ഇതിന്റെ ട്വൈസ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞ അനുസരിച്ച് അപ്പൊ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ എ സി പ്ലസ് ബി സി പ്ലസ് എ ബി, എ ബി പ്ലസ് എ സി പ്ലസ് ബി സി പ്ലസ് എ ബി, അതായത് 2PQ പ്ലസ് 2PR പ്ലസ് 2QR കിട്ടും. ആ 2 കൂടെ വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ 2 ഇൻറ്റു PQ പ്ലസ് PR പ്ലസ് QR എന്ന് കിട്ടും. അപ്പൊ 2 ഇൻറ്റു, അതായത് പെരിമീറ്റർ ഓഫ് സ്മോളർ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിളിന്റെ പെരിമീറ്ററിന്റെ ട്വൈസ് ആയിരിക്കും വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ. അത് നമ്മൾ ഇപ്പൊ കുറച്ച് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലും കണ്ടതാണ്. ഏരിയ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇവിടെ ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇതെല്ലാം ഇവിടെ കൊണ്ട് വയ്ക്കാം കേട്ടോ. ഈ ഏരിയ തന്നെയാണിത്, അത് തന്നെയാണ് ഇത് കേട്ടോ. ഈ ട്രയാങ്കിൾ എല്ലാം സെയിം ഏരിയ ആണ്. കൂടാതെ ഈ നടുക്ക് വരുന്ന ട്രയാങ്കിളിന്റെ ഏരിയയും കൂടി നോക്കിയോളൂ, അതും അതേ ഏരിയ തന്നെയാണ് കേട്ടോ. ഈ ട്രയാങ്കിൾ ഇവിടെ കൊണ്ട് വയ്ക്കാം, സെയിം ഏരിയ തന്നെ വരുന്നില്ലേ കേട്ടോ. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ ഏരിയ തന്നെയാണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പൊ ഈ ട്രയാങ്കിൾസ് എല്ലാം ഒരേ ഏരിയ ഉള്ള 4 ട്രയാങ്കിൾസ് ആണ് വന്നിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടത് കേട്ടോ. 4 ഏരിയയും ഈക്വൽ ആണ്. അപ്പൊ നമുക്കിവിടെ ഈ ട്രയാങ്കിൾസിന്റെ ഏരിയയാണ് കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയ ഈക്വൽ ആണ്. അപ്പോ ആകെ ട്രയാങ്കിളിന്റെ 4-1 പാർട്ടാണ് ഈ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഹൗ മെനി ടൈംസ് ഈസ് ദി ഏരിയ ഓഫ് ദി ലാർജർ ട്രയാങ്കിൾ ഈസ് ദി ഏരിയ ഓഫ് ദി സ്മോളർ ട്രയാങ്കിൾ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 4 ടൈംസ് ആണ് ഏരിയ ഓഫ് ദി, അതായത് PQR എന്ന ഏരിയയും PBQ എന്ന ഏരിയയും PAR എന്ന ഏരിയയും CQR എന്ന ഏരിയയും ഈക്വൽ ആണ്. അപ്പോൾ ഏരിയ ഓഫ് ABC എന്ന് പറയുന്നത് 4 ടൈംസ് ദി ഏരിയ ഓഫ് ദി സ്മോൾ ട്രയാങ്കിൾ. ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയയുടെ 4 മടങ്ങാണ് വലിയ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.